നമ്മുടെ ജസ്ന സലീം അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലേ? ഇപ്പോ പുതിയൊരു അടവുമായിട്ട് ഇറങ്ങിയേക്കാണ്. ഞാനിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനും ശരിക്കും പറഞ്ഞൊരു ഗുരുവായൂരപ്പ ഭക്തയാണ്. അവരുടെ ഫോട്ടോ കണ്ട് ഞാനും ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്ത് വരുത്തി ഞങ്ങളെ കടയിൽ കൊണ്ടുവച്ച് നല്ല എട്ടിന്റെ പണി കിട്ടിയതാണ് എനിക്ക്. ഞാൻ ഈ പറയുന്നത് കൊണ്ട് ഒരാളെങ്കിലും ഫോട്ടോ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ വീഡിയോ എത്ര പേര് കാണുമെന്നോ അല്ലെങ്കിൽ എത്ര പേര് ഇതിനകത്ത് റിയാക്ട് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ലെങ്കിൽ ഒരു രീതിയിലും ഈ ഫോട്ടോ ഒരു മനുഷ്യരും വാങ്ങിക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദുമത വിശ്വാസികളും ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യരും അല്ലെങ്കിൽ ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യരും ഈ ഫോട്ടോ വാങ്ങിക്കരുത്. ഞാനും വിദേശത്തായിരുന്ന സമയത്ത് എനിക്ക് ഈ ഫോട്ടോ കണ്ട് ഒരുപാട് ആഗ്രഹം തോന്നിയാണ് ഞാനും ഇത് വാങ്ങിച്ചത്. പക്ഷേ ഞാൻ എന്റെ കടയെ കൊണ്ടുവന്ന് ഞാനിപ്പോ 24 നാട്ടിൽ വന്നിട്ട് ഞാനൊരു ഹോട്ടൽ തുടങ്ങി. നല്ല രീതിയിൽ പ്രവർത്തിച്ചെന്നൊരു ഹോട്ടലായിരുന്നു. നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചെന്നായിരുന്നു. ആ ഫോട്ടോ ഞാൻ കടയിൽ കൊണ്ടുവന്ന വെച്ചാൽ അന്ന് മുതൽ എന്റെ കട അടപടലം മൂഞ്ചി എന്ന് വേണം പറയാം. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജസ്ന സലീം കൃഷ്ണന്റെ പടം വരച്ച് വൈറലായ ഒരു മുസ്ലിം പെൺകുട്ടി, അതാണ് ജസ്ന സലീം. ഈ കഴിഞ്ഞ 2-3 ദിവസത്തേക്ക് മുന്നേ ഒരു വീഡിയോസ് ഇട്ടിരുന്നു. ഉമ്മായെ ഹജ്ജിന് വിടണം, അതിന് നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണം മീൻസ് പൈസ കൊടുത്ത് സഹായിക്കണം എന്നല്ല പറയുന്നത്, കൃഷ്ണന്റെ പടം വാങ്ങി സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോസ് ഇട്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിന് ശരിക്കും പൊങ്കാലയാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. എന്താണെന്നറിയോ, 1.5 വർഷങ്ങൾക്ക് മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേർക്ക് അത് ഓർമ്മയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. എന്റെ മാതാപിതാക്കൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ താല്പര്യമുണ്ടെന്നും അതിനാൽ നിങ്ങളാൽ കഴിയുന്ന സഹായം എനിക്ക് തരണം എന്നല്ല കേട്ടോ ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ കൂടെ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഒരു ഫോട്ടോക്ക് ഓർഡർ തരണമെന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അതിനാൽ എനിക്ക് 750 ഫോട്ടോക്ക് ഓർഡർ കിട്ടുകയും ചെയ്തു. എന്റെ മാതാപിതാക്കൾ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു. അത് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ ഓരോരുത്തരും എന്റെ കൂടെ നിന്നത് കൊണ്ട് മാത്രമാണ് എനിക്കത് നടന്നത്. അപ്പതേ അവരുടെ മറ്റൊരാഗ്രഹം ഉണ്ടായിരുന്നു, അതും കൂടി എനിക്ക് സാധിപ്പിച്ചു കൊടുക്കണം. ഒരു മകൾ എന്ന നിലയിൽ എനിക്കത് സാധിപ്പിച്ചു കൊടുക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു ആഗ്രഹം ഇവിടെ പറയുമ്പോൾ പലരും പല മതത്തിനും പല അഭിപ്രായങ്ങളുമായിട്ട് ഇവിടെ വരും. ഈ വീഡിയോ വെച്ചിട്ട് തന്നെ സംസാരിക്കാൻ വരും, അവർ കമന്റ് ഇടാൻ വരും, പല രീതിയിലും വരും. കാരണം അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല. മറ്റൊന്നുമല്ല, എന്റെ മാതാപിതാക്കൾക്ക് ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹവും എനിക്ക് നിറവേറ്റി കൊടുക്കണമെന്ന് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അത് എന്നാൽ ഒറ്റക്ക് പറ്റൂല. അതേ നമ്മുടെ കണ്ണനും കൂടി വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോഴേക്കും ഇതിന്റെ താഴെ കമന്റ് വരാൻ തുടങ്ങും, കണ്ണനെ കൊണ്ട് എങ്ങനെയാണ് ഹജ്ജിന് പോകാൻ പറ്റുകയെന്ന്. കണ്ണന് ഇന്നേ വരെ ആരെയും ഉപദ്രവിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് കണ്ണന്റെ പൈസയിൽ ഹജ്ജിന് പോകാൻ പാടില്ല? ഞാൻ എന്റെ ഒരു ജോലിയാണ് ചെയ്യുന്നത്. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ എന്റെ മാതാപിതാക്കളെ ഹജ്ജിന് പറഞ്ഞയക്കുന്നതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. അപ്പം എന്റെ ജോലി എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണനെ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ ഈ ഒരു ആഗ്രഹത്തിന് കൂടെ നിൽക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊരു ഫോട്ടോ ഓർഡർ തരിക. ഞാൻ എന്റെ വാട്സപ്പ് നമ്പർ ഇതിനോടൊപ്പം കൊടുക്കാം. പലരും ഹൈന്ദവരായ വിശ്വാസികളെ ചൂഷണം ചെയ്തു. പിന്നെ ഇപ്പൊ ഹജ്ജിന് പോകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കുള്ള പൈസ? ഉമ്മയെ ഹജ്ജിന് വിടുന്നത് നല്ല കാര്യം തന്നെ. ഏതൊരു കഴിവുള്ള മക്കള് ഉമ്മയെ ഹജ്ജിന്, ഉമ്മയും വാപ്പയും എല്ലാവരെയും ഹജ്ജിന് വിടുന്നത് അതൊരു നന്മയുള്ള ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഒരുപാട് ആൾക്കാരുടെ ഒരു വിമർശനം എന്ന് പറയുന്നത്, ഈ കൃഷ്ണന്റെ പടം വിറ്റിട്ട് വേണോ, ആ ക്യാഷ് കൊണ്ട് വേണോ ഉമ്മയെ ഹജ്ജിന് പറഞ്ഞു വിടാൻ എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും വെച്ചതോടുകൂടി നിങ്ങളുടെ ബിസിനസ് പൊളിഞ്ഞതാണോ? എന്താണ് ഞാൻ അതിനകത്തെ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് വെപ്രാളം പിടിച്ച് എനിക്കത് ആരെങ്കിലും വെച്ചാൽ ഇവള് വീണ്ടും ഓരോരോ ആദ്യമേ കാറായിരുന്നു, പിന്നെ വീട്, ഇപ്പൊ ഹജ്ജിന് പോവാൻ വേണ്ടിയിട്ട് ഉമ്മായും മാപ്പായും കൂടി. അപ്പൊ അത് എനിക്ക് 10 പേര് കണ്ടാൽ മതിയെന്ന് വിചാരിച്ച് ചെയ്ത വീഡിയോയാ അത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഞാനാണെങ്കിൽ ഗുരുവായൂരപ്പന്റെ ഭയങ്കര ഭക്തയാ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭക്തയാ. ആ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ഇഷ്ടം തോന്നി, ആഗ്രഹം തോന്നി, ഞാൻ മേടിച്ച ഒരു ഇതാന്ന് വെച്ചാൽ ഞാൻ ഏതൊരു സംരംഭത്തിന് ഇറങ്ങിയാലും അത് ഇതുവരെയും തോറ്റിട്ടില്ല. അങ്ങനെയാണ് എന്റെ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ തോറ്റു വെച്ചാൽ ആ പടം വരുന്നിടം വരെയും നല്ല പോലെ കൊണ്ടുപോയതായിരുന്നു ബിസിനസ്. പക്ഷേ എനിക്ക് ആ പടം അവിടെ കൊണ്ടുവച്ചതിന് ശേഷം എനിക്ക് ഒരു മേൽഗതി ഉണ്ടായിട്ടില്ല. അത് എനിക്ക് 10 പേരെടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നിയ ഒളിച്ചും പാത്തും അല്ലല്ലോ, സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ടല്ലേ പറഞ്ഞത്. അതെ, ചേച്ചിക്കുണ്ടായ അനുഭവം ചേച്ചി പരസ്യമായി പറഞ്ഞു.
പറഞ്ഞു. അത് പറഞ്ഞത് ഞാനത് ഒളിച്ചും പാത്തും ഒന്നുമല്ല. 10 പേര് എന്റെ വീഡിയോ ഇപ്പൊ ഒരുപാട് ഇരുന്നതായിരുന്നപ്പോ അത് 10 പേര് കാണട്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോ ആണ്. 10 പേര് കണ്ട ആ ഒരു 10 പേരെടുത്ത് പറയുമ്പോ അറിയുമല്ലോ. അപ്പൊ ഹിന്ദു മതക്കാർ ആ ഫോട്ടോ വാങ്ങിക്കരുതെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടേ അവള് ഓരോരോ ഇത് കാണിക്കുന്നതെല്ലാം എനിക്ക് ഇപ്പോഴാണ് ഞാൻ ഒരു 2-3 വീഡിയോ അവളെ സപ്പോർട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ എന്റെ ചാനലിൽ നോക്കുമ്പോ അറിയാം. പക്ഷെ ഇപ്പൊ അവളെ ഓരോരോ പ്രവൃത്തികൾ കാണുമ്പോ മലയാളികൾ ചോറല്ലേ തിന്നുന്നത്. അവർക്ക് മനസ്സിലാവൂല്ലേ ഇവൾ എന്തിനാണ് ഈ കാണിക്കുന്നതെന്ന്. ഇതാണ് ചേച്ചി ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഇതിനകത്ത് സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത് ഒന്നുണ്ട്. എന്താണെന്നറിയോ, ഇപ്പൊ ചേച്ചി ജലജ ചേച്ചി എന്ന ചേച്ചി ഈ ഹിന്ദു മതത്തിൽ ജീവിക്കുന്നു, ഹിന്ദുമത വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു. നാളെ ചേച്ചിയുടെ തലയിൽ ഒരു കുബുദ്ധി വർക്ക് ചെയ്തിട്ട് ചേച്ചിയുടെ വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും സമുദായത്തെ ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഈ മുസ്ലിങ്ങൾ പോകുന്ന മക്കയുടെയോ മദീനയുടെയോ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ചിത്രങ്ങൾ വരച്ച് വിറ്റ് 4 കാശ് കിട്ടുമ്പോൾ ചേച്ചി ഈ സമുദായത്തെ തള്ളി പറയുന്നത് കാണുമ്പോൾ ഞാൻ അടക്കമുള്ള മുസ്ലിങ്ങൾ എന്താ ചെയ്യാ, ഞങ്ങൾ എന്താ ചിന്തിക്കുക? അവിടെയാണ് നമ്മുടെ സാമാന്യ ബുദ്ധി വർക്ക് ചെയ്യുന്നത്. ജസ്നയുടെ കയ്യിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പടം വാങ്ങിക്കുന്നുണ്ട്. എന്നാൽ ഒരു വീട്ടമ്മ ജസ്നയുടെ കയ്യിൽ നിന്ന് പടം വാങ്ങിയിട്ട്, കൃഷ്ണന്റെ പടം വാങ്ങിയിട്ട് എനിക്ക് കഷ്ടകാലം തുടങ്ങി എന്നും പറഞ്ഞിട്ട് ഒരു വീട്ടമ്മ മുന്നോട്ട് വന്നിരിക്കുകയായിരുന്നു. അത് കുറച്ച് മുന്നുള്ള ഒരു സംഭവം തന്നെയാണ്. ആ വീട്ടമ്മ പറയുന്നുണ്ട്, എനിക്ക് ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങളും കഷ്ടതകളും ഒക്കെയാണ് ആ ഒരു പടം വാങ്ങി വെച്ചതിന് ശേഷം ഉണ്ടായത് എന്നാണ് ആ ഒരു വീട്ടമ്മ പറയുന്നത്. ഒരിക്കലും ഒരു മുസ്ലിം പെൺകുട്ടി കൃഷ്ണന്റെ പടം വരച്ചു എന്ന് കരുതിയിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അത് ജസ്നയ്ക്ക് ഇത്രയും നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ വന്നത് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കേക്ക് മുറിക്കുക, പ്രഹസനം നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നപ്പോഴാണ് ഒരുപാട് ആൾക്കാർ വിമർശനവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ ജസ്നയ്ക്കെതിരെ തിരിഞ്ഞത്. അതിന്റെയൊക്കെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ? എന്താ അപ്പൊ ഈ ചിത്രം എത്ര രൂപ കൊടുത്ത ചേച്ചി വാങ്ങിയത്? 5000 കൊടുത്തു. ആ 5000ത്തിന്റെ ക്വാളിറ്റി അതിനുണ്ടോ? അതിന്റെ ഒരു ഉണ്ടോ? അത് നമ്മളെന്തോ പറയുന്ന അന്നത്തെ ആ ഒരു ഇതിൽ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ലേ, അത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതിനെ നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ നല്ല പൊലിമയായിട്ടല്ലേ കാണുന്നത്. പൊലിമയ്ക്കൊന്നും കുറവില്ല, പക്ഷെ അതിന്റെ ആ വർക്കിന്റെ ആയിരിക്കാം. പക്ഷെ അതിന്റെ അകത്ത് ഇട്ടേക്കുന്നതൊന്നും ഒരു 850 അല്ലെങ്കിൽ ഒരു 900 പോട്ടെ 1500 രൂപയുടെ അപ്പുറത്ത് ഒരു വില അതിനകത്ത് വരുന്നില്ല. പിന്നെ ഈ ആ ഒരു ഇതുകൊണ്ടാണ് എനിക്ക് അന്നത്തെ ആ ഒരു ആഗ്രഹം കൊണ്ട്, നമ്മൾ വെളിനാട്ടിൽ നിൽക്കുമ്പോഴേ ഞാൻ വെളിയിലായിരുന്നു, അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് ആഗ്രഹം തോന്നി, അങ്ങനെ അങ്ങ് വാങ്ങിച്ചതാ. അത് ശരി. അവർക്ക് അറിയാമല്ലോ ചേച്ചിക്ക്, ഇപ്പൊ വിദേശത്തൊക്കെ നിന്ന് ആയതുകൊണ്ട് ചേച്ചിക്ക് കാര്യങ്ങൾ അറിയാമല്ലോ. നമ്മുടെ നാട്ടിൽ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന വിഭാഗീയതയും മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്നതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. അതെ. പക്ഷെ അത് ഒരു വെടിമരുന്നെന്ന നിലയിൽ ഇതെന്തുകൊണ്ട് ഒരു ഉപജീവനമാക്കി കൂടാ എന്ന് ചിന്തിച്ച് അവരുടെ ആ കുബുദ്ധിയാണ് ഇത് ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ജാസ്മിൻ ജാഫർ. ഈ നാട്ടിലൊന്നും കുളമില്ലാത്തതുപോലെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അമ്പലക്കുളത്തിൽ പോയി കാല് കഴുകാനും റീൽസ് എടുക്കാനും പോയിരിക്കുന്നത്. വേറെ എവിടെയും കിട്ടാത്ത പോലെയാണ് അവര് പരിശുദ്ധമായിട്ട് കൊണ്ടുനടക്കുന്ന ആ ഒരു ഏരിയ തന്നെ പോയിട്ട് കാല് കഴുകാനും റീൽസ് എടുക്കാനും ഒക്കെ നടക്കുകയാണ്. ഓരോ മതത്തിനും അതിൻ്റെതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ അവിടെയൊക്കെ പോയിട്ട് ഇത്തരം പ്രഹസനങ്ങൾ എന്തിനാണോ കാട്ടിക്കൂട്ടുന്നത്? ചെറിയ കുട്ടികൾ പോലും അമ്പലങ്ങളിലോ പള്ളികളിലോ ഒന്നും പോയിട്ട് യാതൊരുവിധ പ്രഹസനവും കാണിച്ചു കൂട്ടുന്നില്ല. അവരിതുപോലെ ഒന്നും കാട്ടിക്കൂട്ടുന്നില്ല. ഇത്രയും വളർന്ന ഇവരൊക്കെയാണ് ഇങ്ങനെയുള്ള ഈ പ്രഹസനങ്ങളും ഈ മാതിരി കോപ്രായങ്ങളും ഒക്കെ കാട്ടിക്കൂട്ടുന്നത്. എന്തായാലും ഇവരൊക്കെ ഇനി എന്നാണോ ഇവർക്കൊക്കെ ബോധം വരുന്നത്? എന്തായാലും കാത്തിരുന്ന് കാണാം.